തണുപ്പും ഉന്മേഷവും എല്ലാം ചേർന്നിരിക്കുകയാണ് ഈ ഒരൊറ്റ രാത്രിയിൽ. നാം പറഞ്ഞു വെച്ചതുപോലെ ഒന്നാമത്തെ രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗ്ഗത്തിന്റെ വിശാലമായ ലോകത്തേക്ക് കരകയറ്റി വിടുന്നതാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉന്നതമായ ഒരു തിരുനോട്ട കടാക്ഷം അല്ലാഹു തആല ഈ രാത്രിയിൽ അയക്കുകയും ആ തിരുനോട്ട കടാക്ഷം ലഭ്യമാകുന്നവരെ സംബന്ധിച്ച് അവനെ സംബന്ധിച്ച് ഇനി ഒരിക്കലും ഒരു അദാബില്ലാത്ത വിധം, പ്രയാസങ്ങളില്ലാത്ത വിധം ഈമാനികമായ ചൈതന്യത്തോടു കൂടിയുള്ള മനോഹരമായ ഒരു ജീവിതവും അവന് ലഭ്യമാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റമദാനിലോട്ട് വരുമ്പോൾ മുൻഗാമികൾ പരിശുദ്ധ റമദാനിനെ എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മഹാനായ അഞ്ചാം ഖലീഫയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവുണ്ട് മഹാനായ അബ്ദുൽ അസീസ് ഇബ്നു മർവാൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്, പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ രാവ് പിറക്കുമ്പോഴേക്കും തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഖദ് അദല്ലനാ ശഹ്റു റമദാൻ. കാത്തിരിപ്പിനൊടുവിൽ പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് സമാഗതമായിട്ടുണ്ട്. റമദാൻ നമുക്ക് തവൽകരിച്ചിട്ടുണ്ട്. വസല്ലിമുഹു ലനാ, ഈ വരുന്ന 30 ദിനരാത്രങ്ങൾ അല്ലാഹുവേ സല്ലിമുഹു ലനാ, ഞങ്ങൾക്ക് അതിനെ അനുകൂലമാക്കി തരണേ എന്നാണ്. വരാൻ പോകുന്ന മാസത്തെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണം. വസല്ലിംനാ ഫീഹി, ആ പരിശുദ്ധമായ റമദാനിനെ വരവേൽക്കാൻ പാകത്തിന് സജ്ജമാകുന്ന ആവേശവും ഉന്മേഷവും ആസ്വാദനവും ഞങ്ങൾക്ക് നീ നൽകണേ എന്നാണ്. വസല്ലിംനാ ഫീഹി, ഞങ്ങളെ ആ പരിശുദ്ധ റമദാൻ മൂലം വിജയിക്കുന്നവരെ ഞങ്ങൾ നീ കൊടുക്കണേ എന്നാണ്. നമ്മൾ ദുആ ചെയ്യാൻ വർസുഖനാ ഫീഹി സിയാമ, ആ റമദാനിൽ നോമ്പെടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ പടച്ചവനെ. വഖിയാമ, രാത്രികാലങ്ങളിൽ തഹജ്ജുദും വിത്ർ നമസ്കാരവും തറാവീഹ് നമസ്കാരങ്ങളിലായി ഖിയാമുൽ ലൈലിലായി സജീവമാകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ എന്നാണ്. വർസുഖനാ ഫീഹി അൽ ജിദ്ദ, ഈ റമദാനിൽ മറ്റൊരു മാസവും ഞങ്ങൾ ചെയ്യാത്തതുപോലെ അതിന്റെ പകലിലും അതിന്റെ രാത്രിയിലും നമസ്കാരത്തിന്റെ ശേഷമുള്ള സമയങ്ങളിൽ കിട്ടുന്ന എല്ലാ സമയങ്ങളിലും അൽ ജിദ്ദ, നല്ല പരിശ്രമിക്കാനുള്ള തൗഫീഖ്, വൽ ഖുവത, അതിനുള്ള എല്ലാ ആരോഗ്യവും ഞങ്ങൾക്ക് സമ്മാനിക്കണം. വൽ നശാത, ഇബാദത്ത് ചെയ്യാനുള്ള ഉന്മേഷം ഞങ്ങൾക്ക് നൽകണേ എന്നാണ്. വഅദിനാ മിനൽ ഫിതൻ, റമദാൻ നഷ്ടമായി പോകുന്ന എല്ലാ ഫിത്നയിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ എന്നാണ്. ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ. നാവ് കൊണ്ട് അപകടം ഉണ്ടാവാൻ പാടില്ല, കണ്ണുകൊണ്ട് ഹറാം ചെയ്യാൻ പാടില്ല, ശരീരം കൊണ്ട് ഹറാം ചെയ്യാൻ പാടില്ല, ചിന്ത കൊണ്ട് ഹറാം ചെയ്യാൻ പാടില്ല, കാൽപാദങ്ങൾ കൊണ്ട് ഹറാമിലേക്ക് പോവാൻ പാടില്ല. വഅദിനാ മിനൽ ഫിതൻ, നോമ്പ് കാലത്ത് ഫിത്നയിൽ അകപ്പെട്ടു പോകുന്ന എല്ലാത്തിലും ഞങ്ങളെ കാക്കണേ എന്ന് മഹാനായ അബ്ദുൽ അസീസ് ഇബ്നു മർവാൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. നമ്മൾ ചെയ്യേണ്ടത് ഇതേ ദിവസമാണ്. ഈ പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ രാവ് പിറക്കുമ്പോൾ അല്ലാഹുവോട് നിരന്തരമായി ചോദിക്കേണ്ടത് നോമ്പെടുക്കാനുള്ള ആരോഗ്യം നൽകണേ പടച്ചവനെ, ഖിയാമുൽ ലൈൽ നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ പടച്ചവനെ. റമദാനിൽ എന്ത് കേട്ടാലും, ഖുർആൻ പാരായണം ചെയ്താലും, ദിക്റിന്റെ മജ്ലിസുകളിലും സലാത്തിന്റെ മജ്ലിസുകളിലും ഇഅ്തികാഫിലും പ്രാർത്ഥനയിലും ദിക്റിലുമായി സജീവമാകാൻ തൗഫീഖ് നൽകണേ പടച്ചവനെ. വൽ ഖുവത, അതിനുള്ള ആരോഗ്യം ആഫിയത്ത് നൽകണേ. വൽ നശാത, അതിനുള്ള ഉന്മേഷം നൽകണേ പടച്ചവനെ. റമദാൻ നഷ്ടമായി പോകുന്ന എല്ലാ ഫിത്നയിൽ നിന്നും എന്നെ നീ കാക്കണേ എന്ന് നിരന്തരമായി ദുആ ചെയ്യണമെന്ന് മുൻകാല മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വലിയ പ്രയാസമുള്ളവരുണ്ടാവും,